ഇന്നത്തെ സിനിമയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണ് കണ്ടത്? സ്ത്രീ അങ്ങനെയൊന്നുമല്ല, സ്ത്രീ കഥാപാത്രങ്ങൾ വരണം എന്നാണ് പറയുന്നത്. അന്നും ഇന്നും എന്നും ഉണ്ടാവണം എന്ന് തന്നെ പറയുന്നത്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊരു അല്ലേ വ്യത്യാസമായിരിക്കും ഈ പടം. തീർച്ചയായിട്ടും ഈ സിനിമ പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ ഹീറോയിസം ഇല്ല സ്ത്രീ കഥാപാത്രങ്ങളാണ്. പൊന്നമ്മ ഒറ്റ വെടിയെ വെക്കുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ എത്ര വെടി വെച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നൊന്നര വെടിയത്. അപ്പൊ ഇവിടെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും അതിനകത്ത് എല്ലാവരും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല. ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല. വെറുതെ പറയുകയാണ് സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ. സിനിമയിൽ അങ്ങനെയില്ല. അല്ല, ആരും മനഃപൂർവ്വം സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പകർത്തുന്നതല്ലോ. ഒരു കഥ ചെയ്യുമ്പോൾ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുന്നതല്ലേ. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളമാണ് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള എല്ലാവർക്കും അറിയാം. പ്രമോഷൻ അധികം കുറവായിരുന്നു. ഇപ്പോൾ ആദ്യത്തേക്ക് കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകൾക്കും വലിയ ഹൈപ്പ് കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരും ഇപ്പോൾ പുഷ്പേരങ്ങൾ ഒരുപാട് മൂവിയാലും ആൾക്കാരിലേക്ക് അധികമായിട്ട് പ്രതീക്ഷയുടെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രൊമോഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ റൈഫിൾ ക്ലബ്ബൊക്കെ ഈ പ്രൊമോഷൻ കുറവായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസ് മീറ്റ് ആയാലും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മാർക്കോ ആയാലും നാളെ റിലീസിനെത്തിയത്. അപ്പോൾ അത് റിവ്യൂ നേരത്തെ റിവ്യൂവിൻ്റെ കാര്യം പറയും. ഇപ്പോൾ റിവ്യൂവിനെയൊക്കെ എങ്ങനെ പേടിച്ചിട്ടാണോ അതോ അങ്ങനെ ആൾക്കാരിൽ നിന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ആവും അങ്ങനെയൊക്കെയുള്ള റിവ്യൂകൾ വരുന്നത് കൊണ്ടാണോ ഇപ്പൊ അങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്? ട്രെൻഡ് മാറിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത്. പിന്നെ എനിക്ക് നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുതള്ളി ഭയങ്കര സിനിമയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി, ഇന്ന് റിലീസായി, രാവിലത്തെ ഷോ ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പം ഒരു സിനിമയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന കേരളത്തിലെ ഒരു 90% പ്രേക്ഷകനും ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം, ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു. അവരിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത്. കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസം കൊണ്ട് ഒരുക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോൾ ഇന്ന് രാവിലെ പടം റിലീസായി വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും, സിനിമ ആണോ, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു പ്രീ തള്ളിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ജസ്റ്റ് ആൾക്കാരൊന്ന് അറിയിക്കുക എന്നുള്ളത് അത്ര ആവശ്യമുള്ളൂ തോന്നുന്നു. ഞാനിപ്പോൾ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 40-45 വർഷമായി സിനിമ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വലിയ നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറേ മാഗസിനുണ്ട്. അതിനകത്ത് കൊള്ളാമെന്ന് പറയും. അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. അപ്പൊ റിവ്യൂ പറഞ്ഞിട്ട് അത് ഭയങ്കര ബോറാണ്, ഞാൻ ബോറായിട്ട് അഭിനയിച്ച റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചൊരു ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകൻ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാവില്ല. ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു. ഞാൻ നായനായിട്ടുണ്ട്, സഹനന്ദനായിട്ടുണ്ട്, വിജനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്നയാളായ പിന്നെ ഇന്ന് ഞാൻ നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയേണ്ട, ആരും മോശക്കാരനായിട്ട് പറയുകയല്ല. ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് ആരും വിശ്വസിക്കേണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്. അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് ഭംഗി എല്ലാവർക്കും. അല്ലാതെ ആരും മോശക്കാരനായിട്ട് പറഞ്ഞത് എന്ത് കാര്യം. പിന്നെ വ്യൂവേഴ്സ് കുറെ ഉണ്ടാവുമായിരിക്കും, അതിനുവേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ നല്ലതായിട്ട് നല്ല സിനിമയെപ്പറ്റി നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്ന ആളുടെ നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്.
സാർ അതിൽ നിന്ന് ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൽ ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ജഗദീഷ് ചേട്ടൻ താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിസ്മയം ഞാൻ ഞെട്ടിക്കുന്നൊന്നുമില്ല, പ്ലീസ് അങ്ങനെയൊന്നും പറയാം. ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്നെ ഇതിനകത്ത് ആഷിക്കവർ വിളിച്ചു. ഞാൻ എൻ്റെ സത്യം പറയാം, എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രണയരംഗം. എനിക്ക് അറിയാമല്ലോ കേട്ടോ, സത്യം. എനിക്ക് എന്റെ പ്രണയം അല്ലല്ല, എനിക്ക് പ്രണയമുണ്ട്. പിന്നെ എന്നോടുള്ള പ്രണയം അത് വേറെ, അത് ഞാൻ പറയാൻ പുറത്ത് പറയാൻ കൊള്ളില്ല. അപ്പൊ നേരത്തെ സൂര്യന്റെ കാര്യം പറഞ്ഞ പോലെ പിന്നെ അപ്പൊ എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക് കപൂറാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എത്ര വലിയ കാമുകനാണ്. കണ്ട പ്രേക്ഷകർ പറഞ്ഞത് ലാല്, ശ്വേത, ആസിഫ് അലി, അവരുടെ പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പ്രണയം, എൻ്റെ കാമുകയെ കാണിക്കുന്നതുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഞാൻ ഡയറക്ടറുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തി വന്നിട്ട് ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ. തൽക്കാലം ഒരു ചില കാര്യങ്ങൾ നടക്കുമായിരിക്കും. ബിഗ് ബോസ് ഇറങ്ങുന്നതിന് മുന്നെയാണ് റൈറ്റർ ക്ലബ്ബിൽ ഇന്നാവുന്നത്. സോ ആക്ടിങ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിരുന്നു. അല്ലെങ്കിൽ അതേപോലെ ബിഗ് ബോസിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടി. സോ അതിനുശേഷം ഈ പറയുന്ന പോലെ ആക്ടിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നീ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? Good question. നമ്മുടെ ഫസ്റ്റ് ലവ് മ്യൂസിക്കാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു മീ, റൈറ്റ്? അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണ മുന്നേ തന്നെ അത് ആശയ്ക്കാരനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു സീ എങ്ങനെയുണ്ട് ആൻഡ് ഹൗ മച്ച് ഐ ആക്ച്വലി എൻജോയ്ഡ് ഇറ്റ്, റൈറ്റ്? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾസോ. ബട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് ഉണ്ട്, ബിക്കോസ് രണ്ടും ആർട്ടാണ്. ബോത്ത് ആർ it's an experience personally and for the visual the audience. Appa adonde always music in the first love avum. പക്ഷെ അത് let's see whatever happens, right? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല ഞാൻ എനിക്ക് വന്നത്. പാട്ടാണെങ്കിലും എന്താണെങ്കിലും, because it's just I do what I can get to do and I enjoy doing it and I'm going to try my best. So role കിട്ടണമെങ്കിൽ, or if I see something that I enjoy, or even if I want to try something out, I'll try. But whatever it is, അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ല. Let's see. Thank you, brother. Actually പേടി കൊണ്ടുവന്നത് ഈ സൈഡിലാണ്. No, jokes is that actually ധൈര്യം തന്നത് എല്ലാവരും സുലഭിച്ചേറ്റ് നന്നായിട്ട് തന്നെ എല്ലാവരും തന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് എവ്രിവൺസ് ലൈക്ക് ഫാമിലി, എവ്രിവൺസ് ജോക്കിംഗ്, ഹാവിംഗ് എ ഗുഡ് ടൈം. ആൻഡ് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സിന് അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഹൗ വുഡ് ഇറ്റ് ഗോ, ഹൗ വുഡ് ദേ ബി. ബട്ട് ഇൻസ്റ്റന്റ്ലി അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും, എവ്രിവൺ വാസ് സോ നൈസ് and so warm, and it was really good. Yeah. So